എന്തൊക്കെ പറഞ്ഞാലും ഈ ചിക്കനും ബീഫൊക്കെ എന്നും ആയാൽ ഒരു മടുപ്പാണല്ലേ. എന്നാൽ എന്നും മടക്കാത്തൊരൈറ്റാണ് മീനല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. ഇനി മീൻ കിട്ടുമ്പോഴേ ഒന്ന് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കിയോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മീനൊന്ന് പുരട്ടി എടുക്കാൻ വേണ്ടിയിട്ടേ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് കുറക്കുന്നവർക്ക് കുറക്കാട്ടോ. ഇതിലേക്ക് ഉപ്പും കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇത് തയ്യാറാക്കാനേ കഷ്ണമീൻ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇതുപോലത്തെ കഷ്ണമീൻ ഏതായാലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലേക്ക് നല്ല പോലെ ഒന്ന് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ ബാക്കി വരുന്ന മസാല നമ്മൾ മാറ്റി വെക്കുക. നമുക്കത് വീണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ മീനൊരു ഭാഗം ആയാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മീന് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതേ പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യമെങ്കിൽ അതിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു പച്ച രുചി മാറുന്ന സമയത്തെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫിഷിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആ ഒരു മസാല ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളി നല്ല പോലെ വെന്ത് വരണം. നല്ല പോലെ വെന്ത് വരിക എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരികയും കൂടെ വേണം കേട്ടോ. ഈ തക്കാളിയുടെ ആ പച്ച രുചി നല്ല പോലെ മാറി വന്നതിന് ശേഷം ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അതൊരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം മീൻ ഇടുന്നതിന് മുൻപായിട്ട് കുറച്ചൊരു ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു മീനും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ഗ്രേവിയിൽ ഈ ഒരു ഫിഷ് നല്ല പോലെ പൊതിഞ്ഞ് കിട്ടണം. ആ രീതിക്ക് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നതിന് ശേഷം അവസാനം ഒരു 1/2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്താൽ സംഭവം റെഡി കേട്ടോ. തീ ഓഫാക്കിക്കോളൂ. ഇനി കഴിച്ചു നോക്കിയോളൂ. ചോറിന്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ എന്നും നിങ്ങൾ ഒരുപോലെ തന്നെയല്ലേ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവരാണെങ്കിലേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.